ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन। प्रेम शांति सिखा के बदला सभी का जीवन। आदिदेव प्रजापिता श्री, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। सोहनी सूरत मोहनी मूरत, ज्ञान के मोती। भव्य मुख पर चंद्रमासी, चमकती ज्योति। दिव्य दर्शन दिव्य वाणी, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ഓം ശാന്തി. ഇന്നത്തെ മുരളി 8/3/2026
ഇന്ന് വൈകുന്നേരം ബാബ മിലനത്തിൻ്റെ ദിവസമാണ്. ഇന്നും രാവിലെയും അവ്യക്ത മുരളിയാണ്. 18/1/2009 അവ്യക്ത മുരളിയാണ്. 18/1/2009. എന്താണ് 18/1/2009 വിശേഷത? ജനുവരി 18 ബാബയുടെ സ്മൃതി ദിവസമാണ്. പിന്നെ 2009 വിശേഷത എന്താ? ബ്രഹ്മ ബാബ അവ്യക്തമായിട്ട് 40 വർഷമായി. അതുകൊണ്ട് ബാബയുടെ മുറിയുടെ സാരം അതാണ്. 40 വർഷ കി അവ്യക്ത പാലന കാ റിട്ടേൺ. 40 വർഷമായിട്ട് സാകാരത്തിൽ കുറേ പാലന തന്നു. അവ്യക്ത പാലന 40 വർഷമായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ റിട്ടേൺ കൊടുക്കണ്ടേ? ബാബ ഇത്രയും തരുന്നതിന് എന്താണ് റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടത്? 4 ബാത്തേ, 4 കാര്യങ്ങൾ ചെയ്യൂ. ശുഭചിന്തക് ബനോ, ശുഭചിന്തകരാകൂ. ശുഭചിന്തൻ കറോ, ശുഭചിന്തന ചെയ്യൂ. ശുഭവൃത്തിയിലൂടെ ശുഭമായ വായുമണ്ഡലം രചിക്കൂ. തഥാ സീറോ ഓർ ഹീറോ കി സ്മൃതി മേ രഹോ. അതിനോടൊപ്പം സീറോ ഹീറോ. സീറോ എന്താണ്? ആത്മാ സീറോ ആണ്. ദേഹത്തിനാണല്ലോ അതും ഇതും അതുമൊക്കെ ഉള്ളത്. ആത്മാ എന്ന് പറയുമ്പം സീറോ, ആത്മാ ബിന്ദു ആണല്ലോ. പക്ഷെ അതേസമയത്ത് ഹീറോ ആണ്, ഈ സൃഷ്ടിയിലെ ഹീറോ ആക്ടറാണ് എന്ന സ്മൃതി അനുഭവിക്കൂ. 40 വർഷത്തെ അവ്യക്ത പാലനയുടെ റിട്ടേൺ. 4 കാര്യങ്ങൾ ചെയ്യൂ. ശുഭചിന്തകനാകൂ, ശുഭചിന്തന ചെയ്യൂ. ശുഭവൃത്തിയിലൂടെ ശുഭമായ വായുമണ്ഡലം തയ്യാറാക്കൂ. സീറോ ഹീറോ എന്ന സ്മൃതിയിൽ അനുഭവിക്കൂ. ഇന്ന് ബാബ്ദാദ ലോകത്തിൻ്റെ എല്ലാ കോണിലുള്ള തൻ്റെ സേവയിൽ സഹയോഗിയായിട്ടുള്ള കുട്ടികളെ കാണുകയാണ്. आदि सेवा के साथी और साथ में और भी सेवा के साथी बन बहुत अच्छी सेवा की वृद्धि कर रहे हैं. സ്ഥാപനയുടെ ആദ്യ സമയത്തും ബാബയുടെ കൂടെ സേവയ്ക്ക് സുഹൃത്തുക്കളായിട്ട് കൂട്ടുകാരായിട്ടുണ്ടായിരുന്ന കുട്ടികളുണ്ട്. പിന്നെയും കുറേ പേര് സേവയിൽ ബാബയുടെ കാര്യത്തിൽ സഹായിക്കാനായിട്ട് വന്ന കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് സേവയിൽ നല്ല രീതിയിൽ അഭിവൃദ്ധി കൊണ്ടുവരുന്നുണ്ട്. तो बाप दादा ने अपने साथियों को देख खुश हो रहे हैं. അപ്പോൾ ബാബ തൻ്റെ സാഥികളെ കണ്ടിട്ട് വളരെയധികം സന്തോഷിക്കുകയാണ്. ഓർ ദിൽ മേ ഗീത് ഗാ രഹേ ഹെ. ഹൃദയത്തിൽ പാട്ടും പാടുന്നുണ്ട്. എന്ത് പാട്ടാണ് പാടുന്നത്? വാഹ് മേരെ വിശ്വപരിവർത്തക് സേവാ കെ സാത്തി വാ. ആഹാ, വിശ്വപരിവർത്തകരായ എൻ്റെ സേവയിൽ സാഥിയായിട്ടുള്ളവരെ, സുഹൃത്തുക്കളായിട്ടുള്ളവരെ ആഹാ. ആജ് അമൃതവേള സെ ചാറോ ഓർ സ്നേഹ കി മാലായെ ബാബ് ദാദാ കോ ഡാൽ രഹേ തെ. അമൃതവേള തൊട്ട് കുട്ടികളുടെ സ്നേഹത്തിൻ്റെ മാല ബാബയുടെ കഴുത്തിലിടുന്നുണ്ടായിരുന്നു. അല്ലേ, സ്മൃതി ദിവസമാണല്ലോ. അതുകൊണ്ട് അമൃതവേള തൊട്ട് കുട്ടികൾ ബാബയോട് വളരെ സ്നേഹമായിട്ട് ബാബയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. 3 പ്രകാർ കി മാലായും തീ. 3 രീതിയിലുള്ള മാല ബാബ കണ്ടു. എന്തൊക്കെ മാലയായിരിക്കും കുട്ടികൾ ബാബയുടെ കഴുത്തിലിട്ടത്? 3 രീതിയിലുള്ള മാല ഏതൊക്കെയായിരിക്കും? ഏക് തീ ബാബ് സമാൻ ബന്നേക്ക് ഉമ്മങ് ഉത്സാഹക്കി. ഒന്ന് ബാബയ്ക്ക് സമാനമാകും എന്ന ഉത്സാഹ ഉന്മേഷത്തിൻ്റെ അങ്ങനത്തെ വിചാരങ്ങൾ, അതൊക്കെ ബാബയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് മാലയായിട്ട് ബാബയുടെ കഴുത്തിൽ കുട്ടികൾ അണിയിക്കുന്നുണ്ടായിരുന്നു. ദൂസരി ത്രീ അധി ബിച്ചുടി ഹുയി ബന്ധൻ വാലി ബന്ദേലി ഗോപികാവോങ്കി. അടുത്തത് ബന്ധനത്തിലുള്ള, കുറേ കാലമായിട്ട് ബാബടുത്തുനിന്ന് പിരിഞ്ഞിരിക്കുന്ന ബന്ധനത്തിലുള്ള ബന്ധിതരായിട്ടുള്ള ഗോപികമാരുടെ. ഉനുക്കി മാലായ തൊത്തി, അവരുടെയും മാല തന്നെയാണ്. ലേക്കിൻ ചമക്തേ ഹുയെ അതി അമൂല്യ ആസുവോങ്കി മാലാത്തി. അവർ ബാബയുടെ കഴുത്തിലിട്ട മാല തിളങ്ങിക്കൊണ്ടിരിക്കുന്ന, മുത്തുപോലെ തിളങ്ങുന്ന കണ്ണീരിൻ്റെ മാലകളായിരുന്നു. ഏകേക്ക് ആസു മോത്തി സമാൻ ചമക് രഹത്തെ. അവർ സ്നേഹം കൊണ്ട് അവരുടെ കണ്ണിന്നിങ്ങനെ കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. ഓരോ കണ്ണീർ കണവും കണ്ണീർ തുള്ളിയും മുത്തുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. തീസരി മാല കുച്ച് കുച്ച് ബച്ചോങ്കോ ഉല്ലഹനോങ്കി. 3-മത്തേത് ചില കുട്ടികൾക്ക് പരാതി പറയാനുണ്ടായിരുന്നു ബാബയോട്. ബാബ എന്താ, ഞങ്ങൾക്ക് സാകാരപാലന കിട്ടാനായിട്ടുള്ള അവകാശമില്ലേ? ഞങ്ങൾക്ക് എന്തുകൊണ്ട് സാകാരപാലന തന്നില്ല? എന്തിനാ ബാബ സാകാരത്തിലപ്പം ഞങ്ങളെ വിളിക്കാഞ്ഞത്? ഇങ്ങനെ കുറേ എന്തൊക്കെയോ പരാതികളുടെ മാല. आज अमृत वेले से लेके सभी में विशेष सेज समाया हुआ दिखाई दे रहा था. അമൃതവേള മുതൽക്ക് ബാബ ശ്രദ്ധിച്ചപ്പോൾ എന്താ കണ്ടത്? വിശേഷിച്ച് എല്ലാ കുട്ടികളിലും സ്നേഹം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്.
बाप दादा ने विराट रूप जैसे बाहों पसार सब बच्चों को बाहों में समा लिया. ഭക്തി മാർഗത്തിൽ വിശ്വരൂപം കാണിച്ചിട്ടില്ലേ, അതേപോലെ ബാബ വിരാട് രൂപത്തിൽ തൻ്റെ കൈയുടെ ഉള്ളിൽ എല്ലാ കുട്ടികളെയും കൂടെ ഒരുമിച്ച് ആലിംഗനം ചെയ്യായിരുന്നു. वैसे आज का दिन स्नेह के साथ सर्व പവേഴ്സ് की വിൽ देने का भी था. മാത്രമല്ല ഇന്നത്തെ ദിവസം ബാബ അല്ലെ അവ്യക്തമായ ദിവസം 1969 ജനുവരി 18 ബാബ കുട്ടികൾക്ക് വിൽ പവറും കൂടെ തന്നായിരുന്നു. കുട്ടികളോട് സ്നേഹമുണ്ട്. സ്നേഹം മാത്രമല്ല, ബാബ് സമാനാകാനായിട്ടും ഈ സംഘടനയെ ഇത്രത്തോളം വികസിപ്പിക്കാനും സേവ ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്താനുള്ള പവർ ബാബ അന്ന് തന്നെ തന്നു. एक बच्ची को हाथ में हाथ मिला के साथ में सब बच्चों को शक्ति सेना और पांडवों को വിൽ പവേഴ്സ് की വിൽ की. ദാദിജി പ്രകാശ് മണി ദാദിയുടെ കൈയാണ് ബാബ പിടിച്ചത്. പക്ഷെ നിമിത്തമായിട്ട് പ്രകാശ് മണി ദാദിയുടെ കൈ പിടിച്ചുകൊണ്ട് മുഴുവനും ശക്തി സൈന്യത്തിനും പാണ്ഡവന്മാർക്കും ആ ദാദിയിൽ കൂടെ ബാബ എല്ലാവർക്കും വിൽ പവർ വില്ലായിട്ട് തന്നു. ബാബ് ദാദാ ने देखा कई बच्चे पांडव भी और शक्तियाँ भी गुप्त रीति से अंतर्मुखी बन पुरुषार्थ में तीव्र गति से चल रहे हैं. ബാബ കുട്ടികളെ നിരീക്ഷിച്ചപ്പോൾ ബാബ എന്താ കണ്ടത്? ശക്തികളായിക്കോട്ടെ പാണ്ഡവന്മാരായിക്കോട്ടെ ഗുപ്ത രീതിയിൽ അന്തർമുഖിയായിട്ട് പുരുഷാർത്ഥത്തിൽ തീവ്രഗതിയിലൂടെ പുരോഗമിക്കുന്നുണ്ട്. ബാഹ്സ് ദിക്കായി നെയ് ദേത്തെ ഹെ ലേക്കിൻ പുരുഷാർത്ഥ അച്ഛേ ഹെ. പുറമേ ഷോ ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ നന്നായിട്ട് പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. ബാബ് ദാദാ ബി ആജ് സബി ബച്ചോं का വിശേഷ രൂപ ദേക്കാ. ബാബ് ദാദയും ഇന്ന് എല്ലാ കുട്ടികളുടെയും വിശേഷ രൂപം കണ്ടു. സ്നേഹത്തിൻ്റെ സബ്ജക്റ്റിൽ എല്ലാ കുട്ടികളിലും എല്ലാവരുടെയും മുഖം തിളങ്ങുന്നുണ്ട് സ്നേഹം കൊണ്ട്. ജ്ഞാനിത്വ ആത്മ ബച്ചേത്വ ഹേ ലേക്കിൻ സ്നേഹിക്ക് സബ്ജക്റ്റ് ആവശ്യക് ഹേ. ജ്ഞാനികളാണ് എല്ലാ കുട്ടികളും, പക്ഷെ അതിനോടൊപ്പം സ്നേഹം അത്യാവശ്യമാണല്ലോ അല്ലേ. ജ്ഞാനം സ്നേഹമില്ലാത്ത ജ്ഞാനം ഡ്രൈ ആയിരിക്കും. क्योंकि मेहनत स्नेही मेहनत कम और मोहब्बत के അനുഭവ में सहज रहते हैं. എന്നുവെച്ചാൽ ബാബ തരുന്ന ജ്ഞാനത്തിലുള്ള കാര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നതിന് സ്നേഹം വേണം. സ്നേഹമുള്ളവർക്ക് സ്നേഹം കാരണം നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മുടെ എത്ര വലിയ കാര്യം പറഞ്ഞാലും നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. അത്ര ശക്തിയുണ്ട് സ്നേഹത്തിന്. അവിടെ പ്രയത്നം കുറവും സ്നേഹം കൂടുതലുമാണ്. സ്നേഹത്തിൻ്റെ ശക്തി വലിയ പർവ്വതത്തെ പോലും, പർവ്വതത്തിന് സമാനമായിട്ടുള്ള കാര്യമായിക്കോട്ടെ പ്രശ്നമായിക്കോട്ടെ അതിനെ പഞ്ഞിയാക്കി മാറ്റും, വെള്ളമാക്കി മാറ്റും, എന്നുവെച്ചാൽ തന്നെ ഒഴുക്കി വിടും. സ്നേഹം ഛത്രഛായയാണ്. നമുക്ക് സ്നേഹം എന്തൊക്കെയാണ് ബാബ പറയുന്നത്? സ്നേഹമുള്ളവിടെ മൊഹബത്തുള്ളവിടെ മെഹനത്തില്ല, പരിശ്രമമില്ല. സ്നേഹം പർവ്വതം പോലുള്ളതിനെ പോലും കടുകുമണി പോലെയാക്കും, പഞ്ഞി പോലെയാക്കും. വെള്ളം ഒഴുകി പോണ പോലെ അത് അവിടെ നിന്ന് ഒഴുകിപ്പോകും. ഏത് കാര്യമാണെങ്കിലും ഒഴുകുന്ന പോലെ അങ്ങനെ വെള്ളം പോലെ ചെയ്യാൻ പറ്റും. സ്നേഹം ഛത്രഛായയായിട്ട് മാറുകയാണ്. ഛത്രഛായയ്ക്ക് കാരണം വ സദാ സേഫ് രഹത്താ ഹെ. ഛത്രഛായ ഉള്ളതുകൊണ്ട് വേനലാണെങ്കിലും അവർക്ക് ചൂടും തട്ടില്ല, മഴയാണെങ്കിൽ നനയുമില്ല, സേഫാണ്, സഹജമാണ്. സ്നേഹസെ പരമാത്മ വ ഭഗവാൻ കോ ബി അപ്നാ ദോസ്ത് ബനാ ദേത്തെ ഹെ. സ്നേഹമുള്ളത് കൊണ്ട് ഈശ്വരനെ പോലും തൻ്റെ സുഹൃത്താക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രതീകമായിട്ട് കുദാ ദോസ്തിൻ്റെ കഥയുണ്ട്, കുചേലനെ സുഹൃത്താക്കിയെന്ന കഥയുണ്ട്. കുദാ ദോസ്തിനെ കുദാ തന്നെ ദോസ്തായപ്പോൾ എത്ര വലിയ പരീക്ഷയാണെങ്കിലും ആ ദോസ്ത് എന്ന ഫ്രണ്ട് എന്ന ആ സംബന്ധം ഉള്ളത് കൊണ്ട് സഹജമാകുകയാണ്. ബാബയെ തൻ്റെ സുഹൃത്താക്കിയിരിക്കുകയാണ്. ജ്ഞാനം ബീജമാണ്, പക്ഷെ ജ്ഞാനമാകുന്ന ബീജത്തിന് സ്നേഹമാകുന്ന ജലം കൊടുത്താലേ അത് വളർന്ന് വലുതായിട്ട് ഫലം നൽകുകയുള്ളൂ. तो ऐसे बाप के स्नेही बच्चे बाप को याद करना मेहनत नहीं समझते. ജ്ഞാനമൊക്കെ ഉണ്ട്, നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് ജ്ഞാനം കൊടുക്കുമ്പോൾ സ്നേഹത്തോടെ പറയാണ്ട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ ജ്ഞാനം കേൾക്കാൻ അല്ലേ? അതുകൊണ്ട് ജ്ഞാനമുണ്ട് അതിനോടൊപ്പം അല്ലേ. നമ്മളെ ബാബയുടെ അടുത്തേക്ക് ജ്ഞാനം മാത്രമല്ല ആകർഷിച്ചത്, ബാബയുടെ സ്നേഹവും കൂടെ. ബാബയ്ക്ക് നമ്മുടെ സ്നേഹമുണ്ട്, നമ്മുടെ കരുതലുണ്ട്, അച്ഛനാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാബയിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ജ്ഞാനമില്ലെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യം പോലും പ്രയാസം എന്ന് ഫീൽ ചെയ്യും. ജ്ഞാനമുള്ളവരെ സ്നേഹമുള്ളവരെ
മറക്കാനാണ് പ്രയാസം, ഓർക്കാൻ പ്രയാസമില്ല അല്ലേ? താനെ ഓർമ്മ വരെ അവരുടെ ഓർമ്മ. സ്നേഹ കബി സ്നേഹിക്കോ ഭൂൽ നെയ് സക്ത. നമ്മൾ സ്നേഹിക്കുന്നവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. മേരാ ബാബ കഹ, എൻ്റെ ബാബ എന്നാണ് നമ്മൾ വിളിച്ചത്. ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തോടു കൂടി ബാബ സർവ്വ ഖജനാവിൻ്റെയും താക്കോൽ നമുക്ക് തന്നു. എൻ്റെ ബാബ എന്ന് വിളിച്ചവർക്ക് ബാബയുടെ ഹൃദയത്തിലെ സ്നേഹവും കിട്ടി, എല്ലാ പ്രാപ്തികളുടെ ഖജനാവിൻ്റെ താക്കോലും കിട്ടി. തോ ദോനോ ബാബ് ദാദ ഏസെ സ്നേഹി. അപ്പോൾ ബ്രഹ്മബാബി ശിവബാബയും രണ്ടുപേരും അപ്രകാരമുള്ള സ്നേഹിയായിട്ടുള്ള നമ്മുടെ സ്നേഹം കാരണം സ്വയം ഭഗവാൻ നമ്മുടെ മുന്നിൽ ഹാജരായിരിക്കുകയാണ്, പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. യാദ് തോ സബ് കർത്തെ ഹെ ലേക്കിൻ കൊയ് തോടി തോടി മേനസേ കർത്തെ. എല്ലാവരും യോഗമൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ കുട്ടികളും ബാബ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷെ ചിലർക്ക് ബാബ ഓർമ്മിക്കാൻ കുറച്ച് പ്രയാസമാണ്. കൊയ് സദാ സ്നേഹിക്കെ സാഗർമേ ലൗലീൻ രഹത്തെ. ചില കുട്ടികൾ സദാ സ്നേഹസാഗരത്തിൽ ലയിച്ചിരിക്കുകയാണ്. ലോകത്തിലവർ പറയാണ് ഞങ്ങൾ പരമാത്മാവ് ലയിക്കും എന്നവർ പറയാണ്. പക്ഷെ ആത്മാവ് പരമാത്മാവിലൊന്നും ലയിക്കില്ല. പിന്നെ ആത്മാവ് സ്നേഹസാഗരം ആയിട്ടുള്ള പരമാത്മാവിൽ തൻ്റെ സ്നേഹത്തിൻ്റെ ആധാരത്തിൽ ലവ് ലീൻ ആകുകയാണ്. ലീൻ നഹി ഹോത്ത, ലയിച്ചൊന്നും ചേരുന്നില്ല, ലവ് ലീനാണ് ആകുന്നത്. തോ ആജ് കാ ദിൻ മൊഹബത്ത് മേ ലവ് ലീൻ കാ ഹെ. അതുകൊണ്ട് ജനുവരി 18 അല്ലേ, അതുകൊണ്ട് ഇന്നത്തെ ദിവസം കുട്ടികളെല്ലാവരും സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്. മെഹനത് സമാപ്തോ മുബദ് കെ രൂപ മേ ബദൽ ജാത്തെ ഹെ. സ്നേഹമുള്ളത് കൊണ്ട് പരിശ്രമത്തോടെ സമാപ്തമായി. മൊഹബത്ത് ആയിട്ട് പരിവർത്തനപ്പെട്ടു. മൊഹബത്ത് എന്ന് വെച്ചാൽ സ്നേഹം. തോ ബാബ് ദാദാനെ സബി ബച്ചോക്ക് റിസൾട്ട് ബി ദേക്കി. ബാബ് ദാദ എല്ലാ കുട്ടികളുടെയും റിസൾട്ട് നോക്കി. മെജോറിറ്റി കുട്ടികൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ബാബയ്ക്ക് സമാനമാകും എന്ന ലക്ഷ്യം ആവർത്തിച്ച് റിവൈസ് ചെയ്തിട്ടുണ്ട്, റിയലൈസും ചെയ്തിട്ടുണ്ട്. 75% കുട്ടികളുടെ റിസൾട്ട് നല്ലതാണ്, കുഴപ്പമില്ല, നല്ലതാണ്, തൃപ്തികരമാണ്. ഓർ യഹ് ബാബ് സമാൻ ബന്ന ഹി ഹെ കുച്ച് ബി തുഫാനായി. 75% കുട്ടികളും എത്ര വലിയ കൊടുങ്കാറ്റ് പോലെ മായ വന്നാലും സാരമില്ല, എനിക്ക് തീർച്ചയായിട്ടും ബാബ് സമാനാകണം. എന്താച്ചാൽ ഇത് കലിയുഗത്തിൻ്റെ സമാപ്തിയുടെ സമയമാണ്. അപ്പോൾ കൊടുങ്കാറ്റ് പോലെ തീർച്ചയായിട്ടും മായ വീശും. പരിവർത്തനത്തിൻ്റെ സമയമല്ലേ. ലേക്കിൻ ആപ്പ് ബച്ചോം കെ ലിയെ തൂഫാൻ ക്യാ ഹെ. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൊടുങ്കാറ്റ് എന്താണ്? കൊടുങ്കാറ്റല്ല, സമ്മാനമാണ്. ക്യോंकि बाप दादा के वरदान का हाथ सभी पुरुषार्थी बच्चों के माथे पर है. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാബ് ദാദയുടെ വരദാന ഹസ്തം പുരുഷാർത്ഥികളായിട്ടുള്ള എല്ലാ കുട്ടികളുടെയും ശിരസിൻ്റെ മുകളിലുണ്ട്. ജിൻഹോനെ ദൃഢസങ്കല്പ് അർത്ഥാത് ദൃഢതാക്കി ചാബി കാര്യമേ ലഗായി. ആരാണോ ദൃഢസങ്കല്പം എടുത്തത് അഥവാ ദൃഢതയാകുന്ന താക്കോൽ ഉപയോഗിച്ചത്, പ്രായോഗികമാക്കിയത്, ഉനോനെ സബീക്ക് റിസൾട്ട് പ്രമാൺ സഫലത ബി പ്രാപ്ത് കി. എല്ലാവരുടെ റിസൾട്ട് അനുസരിച്ച് അവർ സഫലതയും പ്രാപ്തമാക്കിയിട്ടുണ്ട്. ലേക്കിൻ ബാബ് സദാകാൽ കെ ലിയെ തൂഫാൻ കോ തോഫ ബനായി. പക്ഷേ കൊടുങ്കാറ്റിനെ സദാകാലത്തേക്ക് സമ്മാനമാക്കുക, പ്രശ്നങ്ങളെ സൊല്യൂഷനായിട്ട് പരിവർത്തനപ്പെടുത്തുക, എന്നിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യണം. കൊടുങ്കാറ്റിനെ, പ്രശ്നങ്ങളെ പരിവർത്തനപ്പെടുത്തിയിട്ട് സൊല്യൂഷനാക്കണം, എന്നിട്ട് പുരോഗമിക്കണം. തോ ബാബ് ദാദ സബിക്ക് റിസൾട്ട് മേ ഖുഷ്. അതൊക്കെ കണ്ടിട്ട് ബാബയ്ക്ക് സന്തോഷമാണ്. എല്ലാവരും റിസൾട്ട് കണ്ടപ്പോൾ സന്തോഷമായി. ജോ യോഗി തപസ്യ കി ഹെ ഉന്മേ ലക്ഷ്യ ദൃഢ റക്കാം. യോഗ തപസ്യ ചെയ്ത കുട്ടികൾ നല്ല ലക്ഷ്യം ഉണ്ടായിരുന്നു അവർക്ക്. തീർച്ചയായിട്ടും എനിക്ക് ആകണം എന്ന ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടികൾ. 40 വർഷ അവ്യക്ത പാലന കെ പൂരെ ഹുയേ ഹെ. അവ്യക്ത പാലനയുടെ 40 വർഷം പൂർത്തിയായി കഴിഞ്ഞു. തോ 40 വർഷമേ പെഹലെ ക്യാ താ. 40 വർഷത്തിൽ ആദ്യം എന്താ വരണത്? 0. 40 0 ഉണ്ടല്ലോ, 0 ഉണ്ടല്ലോ, ബിന്ദു 0. तो 0 याद दिलाता है कि मैं हीरो, सच्चा हीरो, മഹാൻ ഹീറോ ഹും. അതുകൊണ്ട് കുട്ടികളെന്ത് ഓർമ്മിക്കണം? ഞാൻ വജ്രമാണ്, സത്യമായിട്ടുള്ള വജ്രമാണ്, കറകളില്ലാത്തവരാ വജ്രം, മഹത്വമേറിയ വജ്രമാണ്. ഹീറോ പാട്ടുധാരിയാണ് ഞാൻ. അങ്ങനെ ഓരോ കാര്യവും, ഓരോ ഉത്തരവാദിത്വവും, ഓരോ പ്രവൃത്തിയും വജ്രം പോലെ ഞാൻ ചെയ്യും. തോ 0 ഹീറോ യാദ് രഹേ. അതുകൊണ്ട് ഈ 2 വാക്ക് ഓർമ്മയുണ്ടാവണം. 0
हीरो। बाकी जो चार हैं उसमें 4 बातें നാച്ചുറൽ ജീവൻ में करनी है. 40 പൂജ്യമുണ്ട്, പിന്നെ 4 കൂടെ ഉണ്ടല്ലോ. അതിൽ 4 കാര്യങ്ങൾ ഫുൾ ജീവിതം മുഴുവനും ചെയ്യണം. ദൃഢതയോടെ ചെയ്യണം. ചെയ്യോ? തയ്യാറാണോ? കുച്ചുബി പേപ്പറാവേ, എത്ര വലിയ പരീക്ഷ വന്നാലും സാരമില്ല, ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും ചെയ്യണം. പക്ക? 3 പ്രാവശ്യം ബാബ ചോദിക്കുകയാണ്. പക്ക ആണോ? പക്ക ആണോ? പക്ക ആണോ? ബാക്കിലിരിക്കുന്നവരും പക്ക ആണല്ലോ അല്ലേ? കച്ച ആണോ? കച്ചയായിട്ടുള്ളവരെ മായ പിടിച്ച് വിഴുങ്ങും. അതുകൊണ്ട് പക്ക ആയിരിക്കണം. ഒരു കാര്യം എന്താണ്? സദാ ശുഭചിന്തകൻ. कोई भी കംജോറി ദേഖ് വസുൻ രഹം ദിൽ ബൻ. ആരുടെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ കണ്ടിട്ട് നിങ്ങൾ ദയാഹൃദയരാകണം. ശുഭചിന്തകനായിട്ട് അവർക്ക് നന്നാവാനായിട്ടുള്ള സഹയോഗം നിങ്ങൾ കൊടുക്കണം. നല്ലവരാകാനായിട്ട്, പരിവർത്തനപ്പെടാനായിട്ട് സഹയോഗം കൊടുക്കണം. ആരുടെയും ദൗർബല്യം കാണണ്ട, സഹയോഗം കൊടുക്കണം എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതാണ് ശുഭചിന്തകൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ക ചെയ്യുമല്ലോ അല്ലേ? സഹായം കൊടുക്കണം, ദയുള്ളവരാകണം, സഹയോഗം കൊടുക്കണം. നിങ്ങൾ ഒഴിഞ്ഞു മാറരുത്. ഇവരിങ്ങനെയാ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ഒഴിഞ്ഞു മാറാൻ പാടില്ല. അവരെ വെറുക്കരുത്, ക്ഷമിക്കണം. പരവശ് കെ ഊപ്പർ കബി ഘൃണ നഹി കി ജാത്തി ഹെ. അവർ പരവശരാണ് അല്ലേ? അടിമയായിട്ടുള്ളവരോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടാവും? അടിമകളെ കാണുമ്പോൾ ദയ തോന്നുക. ജയിലിൽ ആൾക്കാരെ പിടിച്ച് വെച്ചിരിക്കുമ്പം ആ അവസ്ഥയിൽ അവരെ കാണുമ്പോൾ ദയ തോന്നുക. അവർ വലിയ ക്രൂരന്മാരായിരിക്കാം, പക്ഷേ അവർ ജയിലിൽ പിടിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പം ദയ തോന്നാറില്ലേ? സഹാര ദിയാ ജാത്ത ഹെ. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് ശുഭചിന്തകൻ എന്ത് ചെയ്യണം? ഒന്ന് ശുഭചിന്തന, ഇതാണ് ശുഭചിന്തന. ഇനി അടുത്തത് ശുഭചിന്തനം. ശുഭചിന്തകൻ, പിന്നെ ശുഭചിന്തനം. आजकल बाप दादा देखते हैं मेजॉरिटी बच्चों में कभी कभी व्यर्थ संकल्प बहुत चलता है. വർത്തമാന സമയത്ത് മെജോറിറ്റി കുട്ടികളിൽ വ്യർത്ഥ ചിന്തകൾ കൂടുതലുണ്ട്. इसमें अपनी जमा हुई शक्तियाँ व्यर्थ चली जाती है. വ്യർത്ഥ ചിന്തയിൽ കൂടെ അല്ലേ, ഇങ്ങനെ ഒരു പാത്രത്തിൽ ദ്വാരം ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വെച്ചിരിക്കുന്ന സാധനമൊക്കെ ഒഴുകിപ്പോവില്ലേ? അതുപോലെ വ്യർത്ഥ ചിന്തനകൾ കുട്ടികൾ കഷ്ടപ്പെട്ടിട്ട് യോഗ ചെയ്ത്, മുരളി കേട്ട്, ധാരണ ചെയ്ത്, സേവ ചെയ്ത് ഒക്കെ സമ്പാദിച്ച് വെച്ച ശക്തികൾ ചോർന്നു പോവുകയാണ്. ഖജനാവ് ചോർന്നു പോവുകയാണ്, വേസ്റ്റ് ആവുകയാണ്. അതുകൊണ്ട് ശുഭചിന്തന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോമാനത്തിൻ്റെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഹോംവർക്കായിട്ട് ദിവസവും നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കൂ. സോമാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ടൈറ്റിൽ ദിവസവും ഹോംവർക്കായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് രാവിലെ തന്നെ ഹോംവർക്ക് കൊടുക്കൂ. അമൃതവേളയിൽ തന്നെ മൻക ടൈം ടേബിൾ ബനാവും. മനസ്സിൻ്റെ ടൈം ടേബിൾ ഇടും. രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്ന സോമാനം, ഇത്ര മണി തൊട്ടിട്ട് ഇത്ര മണി വരെ ഇന്ന ഗുണം. അങ്ങനെ ഹോംവർക്ക് കൊടുക്കൂ, മനസ്സിന് ടൈം ടേബിൾ ഇടൂ. കർമ്മ കാ തോ ടൈം ടേബിൾ ബനാത്തെ ഹോ, ലേക്കിൻ മൻ കാ ടൈം ടേബിൾ ബനാവും. കർമ്മത്തിന് ടൈം ടേബിൾ ഉണ്ട്. ഇത്ര മണിക്ക് ഉണരണം, ഇത്ര മണി വരയ്ക്കും യോഗ ചെയ്യണം, ഇത്ര മണി വരെ മനനം ചെയ്യണം, ഇത്ര മണിക്ക് കുളിച്ച് റെഡിയാവണം, ഇത്ര മണിക്ക് മുരളി കേൾക്കണം, ഇത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇത്ര മണിക്ക് ഇന്ന ജോലിക്ക് പോകണം, ഇല്ല ഇന്ന കാര്യം ഞാനൊക്കെ ചെയ്യണം. അങ്ങനെ ദേഹം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ടൈം ടേബിൾ ഉണ്ട്. ഇനി മനസ്സിന് ടൈം ടേബിൾ ഫിക്സ് ചെയ്യൂ. അമൃതവേള ബാബയുമായിട്ട് മിലനം ആഘോഷിച്ചതിന് ശേഷം മനസ്സിന് എന്തെങ്കിലും സമാനം കൊടുക്കൂ നിങ്ങൾ. ലേക്കിൻ ജैसे सुनाया है कि 12-13 ബാരി സബിക്കോ ടൈം മിൽത്താ ഹെ. ബാബ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫുൾ ഡേ ഒരു 12 പ്രാവശ്യം 13 പ്രാവശ്യമെങ്കിലും സമയം മാറ്റിവെച്ച് സമയം കണ്ടെത്തി റിയലൈസ് ചെയ്യൂ. കൊടുത്ത ഹോംവർക്കിനെ റിയലൈസ് ചെയ്യണം, റിവൈസ് ചെയ്തിട്ട് റിയലൈസ് ചെയ്യണം. റിവൈസ് भी करो तो मन बिजी रहने से व्यर्थ संकल्प में समय नहीं जाएगा. അപ്പോൾ റിവൈസ് ചെയ്തിട്ട് റിയലൈസ് ചെയ്താൽ മനസ്സ് ഈ കാര്യത്തിൽ ബിസി ആയതുകൊണ്ട് ബിസി ആയിരിക്കണം. കാരണം വേസ്റ്റിന് സമയം ഉണ്ടാവില്ല. വ്യർത്ഥമായിട്ടുള്ളത് കാര്യങ്ങളിൽ ചിന്തിച്ചിട്ട് സമയം പാഴാക്കി കളയില്ല. उसमें रियलाइज भी करें, रिवाइज भी करें तो मन बिजी रहने से व्यर्थ संकल्प में समय नहीं जाएगा. मेहनत नहीं करनी पड़ेगी. പിന്നെ ഈ ഹോംവർക്ക് ചെയ്യുന്നത് കാരണം ഈസിയാകും. നമുക്ക് ഭാവസമാനാകുക, ശുഭചിന്തന ചെയ്യുക, എല്ലാം ഈസിയാകും. ഹർ സമയം സംഗമയുഗമേ മോജ് കാ യുഗ് ഹെ. സംഗമയുഗത്തിൻ്റെ ഓരോ സെക്കൻഡും ആനന്ദം അനുഭവിക്കാനുള്ള വേളയാണ്.
उसी मौज में रहेंगे, ആനന്ദം അനുഭവിക്കാൻ പറ്റും. തോ ദൂസര സുനായ ശുഭചിന്തൻ. അടുത്തെന്താണ്? ശുഭചിന്തന എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പരിശോധിക്കും, എന്നിട്ട് പരിവർത്തനപ്പെടുത്തും. മൂന്നാമത്തേത് ശുഭവൃത്തി എന്നതാണ്. അശുഭവൃത്തി വായുമണ്ഡലത്തിലും അശുദ്ധി പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ശുഭവൃത്തി പ്രസരിപ്പിക്കൂ. നാലാമത്തേതാണ് ഹരേക്ക് കോ യഹ് ജീമവാരി ലെനി ഹെ. നാലാമത്തെ ഉത്തരവാദിത്തം എല്ലാവരും എടുക്കണം. മുझे മേരാ കാം ഖാസ് ദൂസറോ കോ നഹി ദേഖ്ന. എൻ്റെ ജോലി എന്താ, പ്രത്യേകിച്ച് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കരുത്, മറ്റുള്ളവരെ പരിശോധിക്കരുത്. എൻ്റെ ജോലിയാണ് ശുഭമായിട്ടുള്ള വായുമണ്ഡലം രചിക്കുക എന്നത്. അവർ കുറച്ച് സഹകരിക്കട്ടെ, ഇവർ കുറച്ച് ചെയ്യട്ടെ, പിന്നെ ഞാൻ ചെയ്യാം എന്ന് വിചാരിക്കരുത്. जैसे कभी भी वायुमंडल में बदबू होती है तो क्या करते हो? വായുമണ്ഡലത്തിൽ എന്തെങ്കിലും ദുർഗന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറ്? ബദ്ബു ഫെയിലാത്തെ ഹോ ना, സുഗന്ധം പ്രസരിപ്പിക്കും. बदबू सहन नहीं होती है, कोई ना कोई खुशबू का साधन अपनाते हैं. അസഹനീയമായിട്ടുള്ള ദുർഗന്ധമാണെങ്കിൽ എന്ത് ചെയ്യും? അതിനേക്കാൾ നല്ല മണമുള്ള സാധനം പ്രസരിപ്പിക്കുമ്പോൾ ഈ ദുർഗന്ധം താനേ ഇല്ലാണ്ടാകും. അങ്ങനെ സാധാരണ വായുമണ്ഡലം അഥവാ അശുഭ വായുമണ്ഡലം പരിവർത്തനപ്പെടും. ചാഹെ ചോട്ടാ ഹെ ചായ നയാ ഹെ. അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം? പുതിയവരായിക്കോട്ടെ, കൊച്ചുകുട്ടികളായിക്കോട്ടെ, ചെറിയവരായിക്കോട്ടെ, സീനിയർ അല്ല ജൂനിയർ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണിത്. ദൃഢസങ്കല്പം എടുക്കണം. എനിക്ക് വായുമണ്ഡലത്തെ ശ്രേഷ്ഠമാക്കണം. ഞാൻ എവിടെയുണ്ടോ അവിടെ സ്നേഹവും ഒരുമയും അല്ല പോസിറ്റീവ് ശുഭഭാവനയും നന്മകളും ഉണ്ടാവണം. അതിന് ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സഹകരിക്കും. ഈ പ്രതിജ്ഞ പ്രത്യക്ഷ കറേകി. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാബയെ പ്രത്യക്ഷമാക്കാൻ പറ്റും. പ്രതിജ്ഞ കർത്തേ ഹോ ബാബ്ദാദാ ഖുഷ് ഹോത്താ ഹെ ലേക്കിൻ. കാരണം കുട്ടികളെ പ്രതിജ്ഞയൊക്കെ എടുക്കാറുണ്ട്, ബാബയെ സന്തോഷിക്കാറുണ്ട് അതൊക്കെ കണ്ടിട്ട്. പക്ഷേ അല്ലേ, ബാബ എപ്പോഴും പറയാറുണ്ടല്ലേ പക്ഷേ എന്നുള്ള വാക്ക് ബാബയ്ക്ക് ഇഷ്ടമല്ല എന്ന്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ ബാബയ്ക്കും പക്ഷേ പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ബാബയുടെ പക്ഷേ കബി കബി ദൃഢത നഹി ഹോത്തി ഹെ. എടുത്ത തീരുമാനത്തിൽ ദൃഢതയില്ല ചിലപ്പോഴൊക്കെ, ഇടയ്ക്കിടയ്ക്ക് ദൃഢത കുറയുകയാണ്. അതുകൊണ്ട് സഫലത എത്ര കിട്ടണോ അത്ര കിട്ടുന്നില്ല. സാരി വിശ്വക്ക പ്രകൃതിക്ക ആത്മാവുക്ക, മുഴുവനും ലോകത്തിൻ്റെ പ്രകൃതിയുടെ ആത്മാക്കളിൽ ബ്രഹ്മണാത്മാക്കളും വരും അല്ലെ, ബ്രാഹ്മണരും വരും. ഹരേക്ക് അപ്പനെ സേവാസ്ഥാൻക്ക, ഓരോരുത്തരും അവരുടെ സെൻറ്ററിൻ്റെ വായുമണ്ഡലം ദൃഢതയോടുകൂടി ശ്രേഷ്ഠമാക്കും. നമ്മളെവിടെയുണ്ട് അവിടുത്തെ സെൻറ്ററിൻ്റെ വായുമണ്ഡലവും ശ്രേഷ്ഠമായിരിക്കണം. കുച്ച് ത്യാഗ് കർണാപ്പാടെ തൊക്കറിലോ, എന്തെങ്കിലും ത്യാഗം ചെയ്യേണ്ടി വന്നാലും സാരില്ല ചെയ്യും. ഏ ത്യാഗറെ മേ കറോ നഹി. അവർ ചെയ്യട്ടെ, ഞാൻ എന്തിനാ ചെയ്യണത് എന്ന് ചിന്തിക്കരുത്. സിസ്റ്റം ടീക്ക് ഹോത്തോ, സിസ്റ്റം നേരെയാണെങ്കിൽ ഞാനും അങ്ങനെ ആവാം എന്ന് പറയരുത്. മുജേത്തോ കർണ ഹി ഹെ. എന്ത് വില കൊടുത്തും അല്ല, സിസ്റ്റം എന്തായിക്കോട്ടെ, ഇവരും ചെയ്തോ ചെയ്തില്ലേ, ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ വിശ്വപരിവർത്തകനാണ്. ഈ സമ്മാനം നിങ്ങളുടെ സമ്മാനമല്ലേ, മുഴുവനും ലോകത്തെ പരിവർത്തനപ്പെടുത്തുന്നവരല്ലേ. ഞങ്ങളവരൊക്കെ ഒന്ന് കൈപൊക്കിയേ. അത് ശരി, വിശ്വപരിവർത്തകരാണല്ലേ, വളരെ നല്ല കാര്യം. അതുകൊണ്ട് ആദ്യം ബാബ്ദാദ എന്താ കാണാൻ ആഗ്രഹിക്കുന്നത്? ഹേബി ഹോഗാബി ലേക്കിൻ ഈ സ്വരശ്മേ ബാബ്ദാദ. കുട്ടികൾ അങ്ങനെയാണ്, അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്. എന്നാൽ ഈ വർഷം ബാബ്ദാദ ചെറിയവരായിക്കോട്ടെ വലിയ സെൻറ്ററിലവരായിക്കോട്ടെ തിളക്കം കാഴ്ചവെക്കണം. വായുമണ്ഡലം എങ്ങനെയുള്ളതാണെങ്കിലും സാരമില്ല. ജैसे आज का दिन സ്നേഹ ശക്തി കാ ഹെ. ഇന്നത്തെ ദിവസം സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ദിവസമാണ്. ऐसे गाँव गाँव का सेंटर बड़ा सेंटर सभी का वायुमंडल ചൈതന്യ മന്ദിർ ഹോ. അങ്ങനെ ഓരോ ഗ്രാമാന്തരങ്ങളിലെ സെൻറ്റർ പോലും വലിയ സെൻറ്റർ ആയിക്കോട്ടെ ചെറിയ സെൻറ്റർ ആയിക്കോട്ടെ ക്ഷേത്രത്തിൻ്റെ വായുമണ്ഡലം ആവണം അല്ലേ. വരുന്നവരെല്ലാവരും ക്ഷേത്രത്തിൽ നോക്കി എത്ര ഭാവനയോടെ വരുന്നത്, എന്ത് റെസ്പെക്റ്റാണ്. അവിടെ ആരും വേസ്റ്റ് വർത്താനം പറയാറില്ല. അതുപോലെ ഇവിടെയും തന്നെ വ്യർത്ഥ സംസാരം ഉണ്ടാവരുത്, ലൗകികമായിട്ടുള്ള വിചാരങ്ങളോ ചർച്ചയോ ഒന്നും ഇവിടെ നടക്കരുത്. ഇവിടെ ആരും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണരുത്. ഒരുമപ്പഴലേ ഉണ്ടാവുള്ളൂ, സ്നേഹപ്പഴലേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഒരൊറ്റ ശുഭ അവിടെ മാത്രം ഓർമ്മയിൽ ഉണ്ടാവണം. പൊളിറ്റിക്സ് പറയരുത്, വ്യാപാരത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യരുത്.
അതുകൊണ്ട് പറയുന്നത് സെൻറ്ററിൻ്റെ വായുമണ്ഡലം ക്ഷേത്രം പോലെ ഉണ്ടാവണം. നെഗറ്റീവ്ക്കോ പോസിറ്റീവ് ബനാന. നെഗറ്റീവ് എന്തെങ്കിലും നിങ്ങൾ കണ്ടാലും അതിനെ നിങ്ങൾ ഉത്തരവാദിത്തം എടുത്തിട്ട് പോസിറ്റീവ് ആക്കണം. അതിലാദ്യം ഞാൻ എന്ന് പറയണം. പെഹലെ ആപ്പ് നെഹി കർണ, പെഹലെ മേ. ആദ്യം നിങ്ങൾ ചെയ്യും, പിന്നെ ഞാൻ ചെയ്യാം എന്ന് പറയരുത്. ആദ്യം ഞാൻ. എന്താ വെച്ചാൽ ബാപ്പ് ദാദ അഡ്വാൻസ് പാർട്ടി മാത്രമല്ല, പ്രകൃതിയും കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ് പരിവർത്തനപ്പെടാൻ വേണ്ടിയിട്ട്. ഇന്ദജാം കർണേ വാലെ ആപ്പ് ഹോ. നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, പ്രകൃതി അങ്ങനെ ആവട്ടെ എന്നിട്ട് ഞങ്ങൾ ചെയ്യാം നമ്മൾ കാത്തിരിക്കുകയാണ്. ആപ്പക്കോ ഇന്ദജാർ നഹി കർണ. നിങ്ങൾ കാത്തിരിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ പരീക്ഷ എഴുതുക വേണ്ടത്. ഇന്ദജാം കർണ ഹെ. നിങ്ങൾ പരീക്ഷ എഴുതുന്നവരാണ്, സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടവരല്ല. ആജ് ചാറോ ഓർ ഭയ ഫെലാ ഹുവാ ഹെ. വർത്തമാന സമയത്ത് ലോകത്തിലെങ്ങും ഭയം പടർന്നു പിടിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഒരു സങ്കല്പമുണ്ട്. മെജോറിറ്റി ലോകത്തിലെല്ലാവരും നാളെ എന്താണാവോ സംഭവിക്കാൻ പോണത് എന്ന ഭയത്തിലാണ്. നിങ്ങൾക്കറിയോ നാളെ എന്താ സംഭവിക്കാൻ പോണതെന്ന്? അതുകൊണ്ട് പരിവർത്തനപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓർമ്മിക്കൂ, ഞാനാണ് നിമിത്തം, ഞാനാണ് മാറേണ്ടത്. ഈ സങ്കല്പം ആരാ എടുക്കാൻ തയ്യാറായിട്ടുള്ളത്? കൈപൊക്കിയാൽ പോരാ, ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും, പരിവർത്തനപ്പെടേണ്ടി വരും, രക്ഷകനാകേണ്ടി വരും. കുച്ച് ചോടുനാ പടേക, കുറച്ച് ത്യാഗമൊക്കെ ചെയ്യേണ്ടി വരും. പ്യാർ ലേനാ പടേക. എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രമാകത്തക്ക രീതിയിൽ നിങ്ങൾ നടക്കേണ്ടി വരും. മൻ കാ ഹാത്തുട്ടായ ഹാത്തുട്ടായ. ഈ സ്ഥൂലമായിട്ടുള്ള കൈയാണോ പൊക്കിയത്, അതോ മനസ്സുകൊണ്ട് തന്നെ നിങ്ങൾ കൈപൊക്കിയവരാണോ? മനസ്സ് വെച്ചിട്ട്, മനസ്സറിഞ്ഞ് കൈപൊക്കിയവരാണോ? മനസ്സുകൊണ്ട് കൈപൊക്കിയവരാണോ? ആരൊക്കെയാണ് മനസ്സാകുന്ന കൈപൊക്കിയത്? അവരോടൊക്കെ കൈപൊക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ മനസ്സ് മാറിയാൽ മതി, നിങ്ങളുടെ മനസ്സ് മാറിയാൽ മതി, ഈ ലോകം മാറും. അല്ല, എത്ര ദുഃഖം ലോകത്തിൽ മാറണ്ടേ, ഇങ്ങനെ പോയാൽ മതിയോ? അതുകൊണ്ട് ഈ വർഷം നിങ്ങളുടെ സ്ലോഗൻ എന്തായിരിക്കും? എന്ത് സ്ലോഗനാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ ആരോ പറഞ്ഞു നോ പ്രോബ്ലം, പ്രശ്നങ്ങളില്ല എന്ന സ്ലോഗൻ. വിജയ് കാ ജെണ്ട ദിൽമേ ലഹരേക. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ വിജയത്തിൻ്റെ കൊടി പാറി പറക്കണം. മായെ പൂർണ്ണമായിട്ടും ജയിച്ചു, ദൗർബല്യങ്ങൾ വംശസഹിതം എൻ്റെ ഉള്ളിൽ നിന്ന് ഭസ്മീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയണം. വിജയത്തിൻ്റെ കൊടി നിങ്ങളുടെ ഹൃദയത്തിൽ പാറി പറക്കണം. ഓർ സബി ഖുഷിക്ക് ഡാൻസ് സദാ മന്മേ കറേങ്കെ. അങ്ങനെ വിജയിച്ചവരെന്ത് ചെയ്യും? വിജയിച്ച സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തിന് ഡാൻസ് കളിക്കണം. കാലമുണ്ടല്ല, മനസ്സുകൊണ്ട്. മൻ കി ഡാൻസ് ഹേ ഖുഷി. മനസ്സിൻ്റെ ഡാൻസ് എന്താ? സന്തോഷം. തോ ഹർ സമയ ഖുഷിക്ക് ഡാൻസ് കറേങ്കെ. അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തിൻ്റെ നൃത്തം വെക്കണം. ഓർ ദാത്താക്കെ ബച്ചേ ഹോ തോ ജോ ബി ആവേ ഹരേക്കോ കൊയ് നാ കൊയ് ഗുൺ കി ഗിഫ്റ്റ് തോ. ശിവബാബയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന ശിവബാബയുടെ സന്താനാണ്. അതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും സമ്മാനം തീർച്ചയായിട്ടും കൊടുക്കൂ. तो एक सेकेंड में ये दृढ़ संकल्प, दाता का संकल्प ലിഫ്റ്റ് ബൻ ജായക. അപ്പോൾ ഒരു സെക്കൻഡിൽ ഈ ദൃഢസങ്കല്പം നിങ്ങൾ കൊടുക്കണവരല്ലേ, അതുകൊണ്ട് കൊടുക്കണവരുടെ സങ്കല്പത്തിന് ലിഫ്റ്റ് പോലെ അവർ ഉയർത്താനുള്ള ശക്തിയുണ്ട്, അത് ലിഫ്റ്റ് ആകും. और सेकेंड में परम धाम सूक्ष्म वदन स्थूल मधुबन साकार वदन जहाँ चाहेंगे वहाँ बिना मेहनत के सेकेंड में पहुँच जाएंगे. ആരെ പ്രതി നിങ്ങൾ ശുഭഭാവന ചെയ്യുന്നു അവർ സെക്കൻഡിൽ ലിഫ്റ്റ് കിട്ടിയതുപോലെ പരംധാമത്തിലായിക്കോട്ടെ, സൂക്ഷ്മലോകത്തിലായിക്കോട്ടെ, സാകാരവദനത്തിൽ മധുബനിലായിക്കോട്ടെ, എവിടെ വേണമെങ്കിലും അവർ സെക്കൻഡിൽ എത്തിച്ചേരും. കോയ് ബി സാമനെ ആവേ ഉസ്കോ കാലി ഹാത്ത് നഹി ബേജ്ന. നിങ്ങളുടെ മുന്നിൽ ആര് വന്നാലും വെറും കൈയോടെ അവരെ തിരിച്ചയക്കരുത്. എന്തെങ്കിലും ഗുണം നിങ്ങളുടെ മുഖത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, സംസാരത്തിലൂടെ ഗുണത്തിൻ്റെ സമ്മാനം എല്ലാവർക്കും കൊടുക്കണം. ഒരാൾ പോലും എനിക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് പറയരുത്. तो इस वर्ष के हर मास की റിസൾട്ട് अपने पास भी रखना. അതുകൊണ്ട് ഈ വർഷം ഓരോ മാസത്തെ റിസൾട്ട് നിങ്ങൾ മധുവലിക്കൊന്നും അയക്കേണ്ട, നിങ്ങളുടെ തന്നെ വെച്ചാൽ മതി. ഒരു യജ്ഞമേ ടീച്ചർ ദ്വാര ഓക്കെ കാ കാർഡ് ഭേജന. യജ്ഞത്തിൽ ടീച്ചറെ കാണിച്ചിട്ട് ടീച്ചറുടെ അടുത്ത് നിന്ന് ഓക്കെ എന്ന കാർഡ്, പ്രോഗ്രസ് കാർഡ് അയച്ചു തരണം.
ലംബ പത്രനെഹി ഭേജന, വലിയ വലിയ എഴുത്തൊന്നും എഴുതണ്ട. ബാബ ഇങ്ങനെ കാണണമെന്നാണ് വിചാരിച്ചത്, അങ്ങനെയാണെന്ന് വിചാരിച്ചു, പക്ഷേ മായ ഇങ്ങനെ വന്നു, അവരങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് വലിയ എഴുത്തൊന്നും എഴുതണ്ട. ഓക്കെ കാർഡ് ഭേജന, ഓക്കെ എന്ന കാർഡ് അയക്കണം. എന്താണ് ഓക്കെ എന്നതിൻ്റെ അർത്ഥം? ഓ അല്ലേ, ശിവബാബ ജ്യോതി സ്വരൂപല്ലേ, അപ്പോൾ ഓ ജ്യോതി അല്ലേ, പ്രകാശം കത്തുമ്പോൾ ഓ പോലെയല്ലേ കത്താറ്. അതുകൊണ്ട് ഓ ശിവബാബ, കെ കിങ്ഡം, അച്ഛൻ ആസ്തി, അതാണ് ഓക്കെ. അതുകൊണ്ട് ഓക്കെ എന്ന കാർഡ് അയക്കണം. കൊയ് ബി ലംബാ നഹി ഭേജന, ആരും വലിയ വലിയ പേജ് കണക്കിന് എഴുത്തെഴുതി അയക്കരുത്. ജോ ദുനിയാമേ കാർഡ് ചലത്താ വഹ് നഹി, പിന്നെ ലോകത്തിലെ ആൾക്കാർ ഗ്രീറ്റിംഗ് കാർഡ് അയക്കാറില്ലേ, അതും അയക്കണ്ട. ടീച്ചർ ദ്വാര ജോ വരദാൻ കാ കാർഡ് മിൽത്താ ഹെ വഹ് ഭേജന, ടീച്ചറുടെ അടുത്ത് നിന്ന് ഓക്കെ, വരദാനം കാർഡൊക്കെ കിട്ടുന്നില്ല, അതുപോലെ ഓക്കെ എന്ന കാർഡ് വാങ്ങണം, എന്നിട്ട് അത് അയച്ചു തരണം. ഗുണോ കി സൗഗാത് ശക്തിയോ കി സൗഗാത് കിത്നി ഹെ, നിങ്ങൾ എത്ര പേർക്ക് ഗുണങ്ങൾ സമ്മാനമായിട്ട് കൊടുത്തു, ശക്തികൾ സമ്മാനമായിട്ട് കൊടുത്തു എന്ന റെക്കോർഡ് സിസ്റ്ററെ കാണിക്കണം, എന്നിട്ട് ഓക്കെ വാങ്ങണം. ലിസ്റ്റ് ഗിൻതി കറോ തോ കിത്നി ബഡി ലിസ്റ്റ്, ആ ലിസ്റ്റ് എണ്ണി നോക്കൂ, എത്ര വലുതാ അത് എന്ന് പരിശോധിക്കൂ. ഗുണോ കി സൗഗാത് കം നഹി ഹോഗി ബഡ്തി ജായകി, ഗുണങ്ങൾ സമാനമായിട്ട് കുറഞ്ഞു പോകുന്നൊന്നും വിചാരിക്കേണ്ട. ഗുണങ്ങൾ സമാനമായിട്ട് കൊടുത്താൽ കുറഞ്ഞു പോകുന്നൊന്നും വിചാരിക്കേണ്ട. കൊടുക്കും തോറും ഈ ഗുണങ്ങൾ വർദ്ധിക്കും. അല്ലെ, സ്നേഹം കൊടുക്കും തോറും നമ്മൾ സ്നേഹത്തിന് സാഗരാകും. ശാന്തി കൊടുക്കും തോറും നമ്മുടെ ഉള്ളിൽ ഒരിക്കലും കുലുങ്ങാത്ത ഇളകാത്ത ശാന്തി ഉണ്ടാവും. അങ്ങനെ എന്ത് കൊടുക്കുന്നു അത് വർദ്ധിക്കും. ജैसे कहते हैं ना छू मंत्र, तो ये शिव मंत्र कभी कोई गुण आपसे कम नहीं होगा. അങ്ങനെ ആൾക്കാർ ഛൂ മന്ത്രം ഉപയോഗിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കാറില്ലേ, ഇത് ശിവമന്ത്രമാണ്. ഈ ശിവമന്ത്രം നിങ്ങൾക്കൊരു കുറവും ഉണ്ടാവില്ല, എന്തായാലും ഉള്ള കുറവും മാറിക്കിട്ടും. കൊടുത്തത് കുറയില്ലെന്ന് മാത്രമല്ല, വേറെ കുറവുകൾ മാറിക്കിട്ടും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ദാനം കൊടുത്താൽ ഗ്രഹണം വിടും എന്ന്. നമ്മുടെ ജന്മജന്മാന്തത്തെ കർമ്മക്കണക്കുകളും ഇല്ലാണ്ടാകും. അച്ഛാ ഇസ് ബാരി ജോ പെഹലി ബാരി ആയ ഹേ വോട്ട് കെ കടേ ഹോ, ഇപ്പോൾ ആദ്യമായിട്ട് വന്നവരോടൊക്കെ ബാബ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അച്ഛാ ഹേ മധ്യപ്രദേശ് കെ രാജ്യപാൽ സാമനെ ബേട്ടെ ഹേ, മധ്യപ്രദേശിൻ്റെ ഗവർണർ ബാബയുടെ മുമ്പിലിരിക്കുന്നുണ്ടായിരുന്നു. ഈ സംഘടനമേ പതാരേ ഹോ അച്ഛാ ഹേ, ആ ബാബ മില്ലത്തിൻ്റെ ഗ്രൂപ്പിൽ എത്തി, നല്ല കാര്യം. बाप दादा आप सभी को आने वालों को ये वरदान दे रहे हैं कि सदा बाप से गुड मॉर्निंग और गुड नाइट जरूर करना. ആദ്യം വന്നവരോട് ബാബ പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ബാബ ഒരു വരദാനം തരികയാണ്, ദിവസവും രാവിലെ ബാബയ്ക്ക് ഗുഡ് മോർണിംഗ് പറയണം, ഉറങ്ങുന്ന മുമ്പ് ബാബയോട് ഗുഡ് നൈറ്റും പറയണം, അത് ശീലമാക്കണം. क्योंकि पहले पहले आंख खुलते ही बाप को देखेंगे, അത് ശീലമാകുമ്പോൾ എന്താവും, കണ്ണ് തുറക്കുമ്പോൾ ആദ്യം ബാബയെ കാണും അല്ലേ. തോ സാരാ ദിൻ അച്ഛാ ഹോഗ, ആൾക്കാർ പറയാറില്ലേ ഇന്ന് രാവിലെ ആരുടെ മുഖത്താണോ കണ്ണ് മെഴിച്ചത് എന്ന് പറയും അല്ലേ, അതിനനുസരിച്ചിട്ടാണ് ഫുൾ ഡേ. അപ്പോൾ ആദ്യം ബാബയെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ നല്ല ദിവസമായിട്ട് മാറും. तो पहली बारी आने वाले बच्चों को बाप दादा का पदम गुण याद प्यार और बधाई हो. അതുകൊണ്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്ന കുട്ടികൾക്ക് ബാബ പല കോടി മടങ്ങ് സ്നേഹം നിറഞ്ഞ ഓർമ്മകളും ആശംസകളും നൽകുകയാണ്. അച്ഛാ അബി സബി സദാഹി ചാർ ബാത്തെ സുനായി. അതുകൊണ്ട് ഇപ്പം എല്ലാവരും 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓർ പാഞ്ചവ, അഞ്ചാമത്തെ കാര്യം എന്താണ്, സീറോ ഹീറോ, അഞ്ചാമത്തെ കാര്യം അതാണ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. तो इन बातों का मनन करते हुए मगन अवस्था में रहने वाले, നോട്ട് ചെയ്തോളൂ, സദാ ബാബ പറഞ്ഞ 4 കാര്യങ്ങളും അഞ്ചാമത്തെ കാര്യമായ സീറോ ഹീറോ എന്നതും മനനം ചെയ്ത് മഗ്ന അവസ്ഥയിൽ ജീവിക്കുന്ന ബ്രാഹ്മണനിൽ നിന്ന് ഫരിസ്തയാകുന്ന, ദേവതയാകുക എന്നത് നിങ്ങളുടെ ജന്മസിദ്ധ അധികാരമാണ്. ഫരിസ്തകളായവർ തീർച്ചയായിട്ടും ദേവത ആകുക തന്നെ ചെയ്യും. ഫരിസ്തകളായവർ തീർച്ചയായിട്ടും ദേവത ആകുക തന്നെ ചെയ്യും.
അതുകൊണ്ട് സദാ സ്നേഹിക്കേ ലവമേ ലീൻ. അതുകൊണ്ട് സദാ സ്നേഹം അഥവാ ലവിൽ ലീൻ, സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന, സദാ ദൃഢതാക്കെ സങ്കല്പക്ക് ചാബിക്കോ മന്മേ, സദാ ദൃഢത നിറഞ്ഞ സങ്കല്പമാകുന്ന താക്കോൽ, സദാ ദൃഢതാപൂർവമായ സങ്കല്പങ്ങളാകുന്ന താക്കോൽ മനസ്സിലും ബുദ്ധിയിലും സ്മരിക്കുന്ന, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ട് സ്മരിക്കുന്ന. എന്തുകൊണ്ടെന്നാൽ ഈ താക്കോല് തട്ടിപ്പറിച്ചെടുക്കാനായിട്ട് മായ എപ്പോഴും നിങ്ങളുടെ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ താക്കോൽ തട്ടിപ്പറിച്ചെടുക്കുന്നതിനായിട്ട് മായ നിങ്ങളുടെ പിറകെ കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും സദാ സമർത്ഥമായിരിക്കുന്ന, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സന്താനങ്ങൾക്ക് ബാപ്ദാദ സ്നേഹം നിറഞ്ഞ ഓർമ്മകളും നമസ്കാരങ്ങളും അർപ്പിക്കുന്നു. സന്താനങ്ങൾക്ക് ബാപ്ദാദ സ്നേഹം നിറഞ്ഞ ഓർമ്മകളും നമസ്കാരങ്ങളും അർപ്പിക്കുന്നു. ബാബ ദാദിമാരോട് സംസാരിക്കുകയാണ്, ജാനകി ദാദിയോട്. ചക്കർ ലഗാക്കായി ബഹുത്ത് അച്ഛ. ദാദി എവിടെയൊക്കെയോ ഫോറിനിലൊക്കെ സേവയ്ക്ക് പോയിട്ട് വന്നിരിക്കുകയാണ്. ഭവന കറങ്ങിയിട്ട് വന്നു, വളരെ നല്ല കാര്യം. ജോ കർ രഹേ ഹേ ബഹുത്ത് അച്ഛ, വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാബക്കോ ചിത്ര യാദായ कि जब जगदम्बा बीच में खड़ी है झंडा लहरा रही है. ബാബയ്ക്ക് ചിത്രം ഓർമ്മ വന്നു. ജഗദമ്പ അമ്മ നടുക്ക് നിന്നിട്ട് കൊടി വീശുന്നുണ്ട്. ഓർ പീച്ചെ സബ് ശക്തിയാ, ബാക്കി എല്ലാ ദാദിമാരും എല്ലാ ശക്തികളും മമ്മയുടെ പിറകെ അണിനിരന്ന് നിൽക്കുന്നുണ്ട്. അബി വഹ ചിത്ര ബാബ് ദാദ വിശ്വക്ക് ആകെ ദിക്കാനാ ചാത്തെ. ഇപ്പം ആ ചിത്രം മുഴുവൻ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ബാബ ആഗ്രഹിക്കുകയാണ്. സാരേ ബ്രഹ്മണോ സെ ശക്തി സേന ഏസി തയ്യാർ കറോ ജോ നിമിത്ത് ബനെ. മുഴുവനും ബ്രാഹ്മണരിൽ നിന്ന് നിമിത്തമാകാനുള്ള കഴിവുള്ള യോഗ്യതയുള്ള നിരവധി ശക്തികളെ തയ്യാറാക്കൂ. ചക്കർ ലഗാത്തെ ഹുയെ വായുമണ്ഡലക്കോ പവർഫുൾ ബനായേ. എന്നിട്ട് ദാദിയോട് പറയണം, എല്ലാവരുടെയും കറങ്ങി വായുമണ്ഡലത്തെ ശക്തിശാലിയാക്കിയിട്ട് दृढ़ എടുക്കൂ. हमें दृढ़ संकल्प रखते कि हम वायुमंडल को बदल के दिखाएंगे. വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തി കാണിക്കും എന്ന ദൃഢസങ്കല്പം ഞങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കൂ, മാതൃക കാണിക്കൂ. ജെണ്ട ഔട്ടായി ആ മാതൃകയാകുക എന്ന കൊടി നിങ്ങൾ പറപ്പിക്കണം. ऐसा ग्रुप निकालो जो चक्कर लगा के वायुमंडल को ठीक करे. അങ്ങനെയുള്ള ഗ്രൂപ്പ് തയ്യാറാവണം. അവരെപ്പോഴും എല്ലാവരും ഇങ്ങനെ പോയിട്ട് കറങ്ങിയിട്ട് അവിടുത്തെ വായുമണ്ഡലം, സെൻറ്ററിൻ്റെയും ആ നാട്ടിൻ്റെയും ഒക്കെ വായുമണ്ഡലം ആധ്യാത്മികമാക്കി മാറ്റണം. അപ്പനി സ്ഥിതി വാണി ഓർ സംഘസെ, തൻ്റെ സ്ഥിതി, തൻ്റെ വാണി, തൻ്റെ സംഘം എന്നിവ ഉപയോഗിച്ചിട്ട് അതിനെ പുറത്ത് പോയിട്ട് ചെയ്യുന്നത്, പുറത്ത് പോയിട്ട് ആ വാതിലടച്ചിട്ട് ചെയ്യും. ശബ്ദം ഇവിടെ വരുന്നു, റെക്കോർഡിങ് നടക്കുകയാണ്. വാണി ഓർ സംഘസെ, വാക്കുകളിലൂടെയും സംഘത്തിലൂടെയും വായുമണ്ഡലത്തെ ശ്രേഷ്ഠമാക്കൂ. ഏസാ ഗ്രൂപ്പ് തയ്യാർ കർക്കെ ദിക്കാവോ, അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ തയ്യാറാക്കി കാണിക്കൂ. തോ ബാബ് ദാദാക്കോ ചിത്ര യാദായ, അങ്ങനെ ബാബയ്ക്ക് ചിത്ര ഓർമ്മ വന്നു. തോ പ്രാക്ടിക്കൽ ഹോനാ ചാഹിയെ, അപ്പം ഇത് പ്രാക്ടിക്കലാകണം. ഏസനെ കഹന സമയം നഹി മിൽത്ത, ബാബ സമയം കിട്ടിയില്ല എന്ന് പറയരുത്. കോയി നഹി കഹേഗ സമയം നഹി മിൽത്ത, സമയം കിട്ടുന്നില്ല എന്ന് ആരും പറയാൻ പാടില്ല. സമയം മിലേഗ അഗർ ശുഭഭാവന ഹേത്തോ, ശുഭഭാവന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം കിട്ടും. ഏസാ ഗ്രൂപ്പ് ബാബ് ദാദാക്കോ ബനാക്കെ ദേന, അങ്ങനത്തെ ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ട് ബാബയ്ക്ക് കാഴ്ചവെക്കണം. അച്ഛാ,
ദാദിമാർക്ക് നോക്കി എത്ര വലിയ ഹോംവർക്ക് കൊടുത്ത് അവരായാൽ പോരാ, മറ്റുള്ളവർ അങ്ങനെ ആക്കണം എന്ന് വലിയൊരു ഗ്രൂപ്പ് തയ്യാറാക്കണം. എല്ലാവരുടെയും വായുമണ്ഡലം ശ്രേഷ്ഠാവണം. യൂത്ത്സിനോട് ബാബ പറയാണ്, ഈസ് വർഷ് ജോ ബി ബ്രഹ്മണോ കി മര്യാദായ ഹെ, ഈ വർഷം ബ്രാഹ്മണരുടെ എന്തെല്ലാം മര്യാദയുണ്ടോ, एक एक मर्यादा को पूर्ण रीति से मनसा से वाचा से कर्मणा से और संबंध संपर्क से चारों ही रूप में പാലന करने वाला हो. ബ്രാഹ്മണരുടെ എല്ലാ മര്യാദകളും ഓരോ മര്യാദയും സമ്പൂർണ്ണ രീതിയിലൂടെ മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിൽ ആരെങ്കിലും ഒരു ഗ്രൂപ്പ് ചെയ്താൽ പോരാ, മുഴുവനും ലോകത്തിലെല്ലാവരും പാലിക്കുന്നവരാകണം. മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിൽ എല്ലാവരും പാലിക്കണം. അങ്ങനത്തെ ഗ്രൂപ്പിനെ നിങ്ങൾ റെഡിയാക്കൂ. യൂത്ത്സിനോട് പറയാണ്, ഈ വർഷം ഒരു മര്യാദ പോലും നിങ്ങൾ ലംഘിക്കരുത്. എസാ ഗ്രൂപ്പ് ബനാവും, അങ്ങനത്തെ ഗ്രൂപ്പ് നിങ്ങൾ തയ്യാറാക്കൂ. പരസ്പരം എല്ലാവരും ചർച്ച ചെയ്ത് സംസാരിച്ച് പ്ലാൻ തയ്യാറാക്കിയിട്ട് റെഡിയാക്കൂ. ബാബ പറഞ്ഞത് ചെയ്യുന്നവരാണ് അർജുനൻ, അല്ലെ? വെറുതെ കേൾക്കുന്നവർ ധൃതരാഷ്ട്ര. സമ്മതാണോ? ആരാ ചെയ്യുക? അപ്പോൾ കുറേ പേര് കൈപൊക്കി. അപ്പോൾ ഈ കൈപൊക്കിയവരൊക്കെ ചെയ്യുമല്ലേ? യുവാക്കന്മാർ ചെയ്യുമല്ലേ? എത്ര യുവാക്കൾ വന്നിട്ടുണ്ട്? ഇപ്പോൾ യൂത്ത് ഗ്രൂപ്പിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, 400 പേര് പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പറയണത് ഈ 400 പേര് പരസ്പരം ദൃഢമായിട്ടുള്ളൊരു തീരുമാനം എടുക്കൂ. എന്നിട്ട് ഗവൺമെൻറ്റിന് റിസൾട്ട് കാണിക്കൂ. ഞങ്ങൾ മര്യാദാ പുരുഷോത്തമനാണ് എന്ന് ഗവൺമെൻറ്റിനോട് പറയൂ. നിങ്ങൾ അതോറിറ്റിയോടെ. ഗവൺമെൻറ്റിന് എന്താ ആഗ്രഹം? ഇങ്ങനെ നല്ല യുവാക്കളെ തയ്യാറാക്കണം അവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്ത് കാണിക്കൂ. എക്സാമ്പിളാകും മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എന്ന് മാതൃക കാഴ്ചവെക്കൂ. ഹോംവർക്ക് തന്നല്ലോ ബാബ, നിങ്ങൾക്ക് കിട്ടിയല്ലോ ഹോംവർക്ക്. ബാബയും ഇതാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ കോണിലുള്ള എല്ലാ ബ്രാഹ്മണരും അതിശയങ്ങൾ ചെയ്ത് കാണിക്കണം. വ്യർത്ഥ സങ്കല്പം ഇനി ഉണ്ടാകാനേ പാടില്ല. നിങ്ങളെ ശല്യപ്പെടുത്തരുത്. ശുദ്ധ സങ്കല്പ് ഇतना ജമാ കറോ ജോ വ്യർത്ഥ കോ ആനെ കാ സമയം നഹി മിലെ. ശുദ്ധ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് അത്രത്തോളം വർദ്ധിപ്പിക്കൂ. വ്യർത്ഥ സങ്കല്പങ്ങൾക്ക് വരാൻ സമയം കിട്ടാൻ പാടില്ല. ശുദ്ധ സങ്കല്പങ്ങളുടെ ഖജനാവ് വേണ്ടത്ര സ്റ്റോക്ക് ഉണ്ടോ? ശുദ്ധ സങ്കല്പ കാ ഇतना ഖജന ഇക്കട്ടാ ഹെ. ശുദ്ധ സങ്കല്പങ്ങളുടെ ഖജനാവ് അത്രത്തോളം നിങ്ങൾ സംഭരിച്ച് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? വീണ്ടും ചോദിക്കുകയാണ്, ഉണ്ടോ? ഉള്ളവരോടൊക്കെ കൈപ്പൊക്കാൻ പറഞ്ഞു. ശക്തികളും കൈപ്പൊക്കി. അവനെ ശക്തികളും എടുത്തുണ്ടല്ലേ, നല്ലതാണ്. ശക്തികൾ എക്സാമ്പിളാകണം, പാണ്ഡവന്മാർ എക്സാമ്പിളാകണം. നല്ല കാര്യം. ഈ പ്രോമിസൊക്കെ ചെയ്തിട്ട് ബാബ പറയണ ബാബയ്ക്ക് വളരെ സന്തോഷമാണ്. ഇന്നത്തെ മുരളിയിലെ മധുരമായ വരദാനം, സൂക്ഷ്മ സങ്കല്പങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് പോലും മുക്തമായി. സൂക്ഷ്മ സങ്കല്പങ്ങളുടെ കർമ്മം ബന്ധിക്കാൻ പാടില്ല, മാത്രമല്ല സങ്കല്പം പോലും ബന്ധിക്കാൻ പാടില്ല. അതിൻ്റെ മേലെ അത്ര അറ്റൻഷൻ വയ്ക്കണം. സൂക്ഷ്മ സങ്കല്പങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് പോലും മുക്തമായി ഉയർന്ന സ്ഥിതി അനുഭവിക്കുന്ന ബന്ധനരഹിതരായ ആത്മാഭവ. ഉയർന്ന സ്ഥിതി അനുഭവിക്കുന്ന ബന്ധനരഹിതരായ ആത്മാഭവ. അതിൻ്റെ വിശദീകരണം, जो बच्चे जितना निर्बंधन है उतना ऊंची स्टेज पर स्थित रह सकते हैं. ബന്ധനമില്ലാത്ത കുട്ടികൾക്ക് ഉയർന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കും. ബന്ധനമില്ലാത്തവർക്ക് ഉയർന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് മനസ്സാ വാച കർമ്മണ സൂക്ഷ്മമായ നൂലുകൊണ്ട് പോലും കെട്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പരിശോധിക്കൂ. സൂക്ഷ്മമായ നൂലുകൊണ്ട് പോലും കെട്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പരിശോധിക്കൂ. ഒരു ബാബ ഒഴികെ വേറൊന്നും ഓർമ്മ വരരുത്. ഒരു ബാബ ഒഴികെ വേറൊന്നും ഓർമ്മ വരരുത്. തൻ്റെ ദേഹം പോലും
ഓർമ്മ വന്നാൽ, തൻ്റെ ദേഹത്തിൻ്റെ ഓർമ്മയെങ്കിലും വന്നാൽ ദേഹത്തിനോടൊപ്പം ദേഹത്തിൻ്റെ സംബന്ധം, പദാർത്ഥം, ലോകം തുടങ്ങിയവ ഒന്നിനു പിറകെ ഒന്നായി ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ദേഹമെങ്കിലും ഓർമ്മ വന്നാൽ ദേഹത്തിൻ്റെ സംബന്ധം, പദാർത്ഥം, ലോകം തുടങ്ങിയവ ഒന്നിനു പിറകെ ഒന്നായി ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഞാൻ ബന്ധനരഹിത ആത്മാവാണ്. ഞാൻ ബന്ധനരഹിത ആത്മാവാണ് എന്ന വരദാനത്തെ സ്മരിച്ച് മുഴുവൻ ലോകത്തെ മായയുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സേവനം ചെയ്യും. മായയുടെ വലയിൽ നിന്ന് മോചിപ്പിക്കുന്ന സേവനം ചെയ്യും. ഇന്നത്തെ മുറിയിൽ ബാബ നമുക്ക് തന്നിരിക്കുന്ന മധുരമായ സ്ലോഗൻ ദേഹി അഭിമാനി സ്ഥിതി ഉപയോഗിച്ച് ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും കുലുക്കത്തെ സമാപ്തമാക്കുന്ന സമാപ്തമാക്കുന്നവരാണ് അച്ചൽ ആകുന്നത്. ചലിക്കാത്തവർ. തപസ്സുകൾ എങ്ങനെ കാണിച്ചു, ചലിക്കാതെ ശില പോലെ ഇരിക്കില്ലേ, അച്ചൽ ആകുന്നത്. അവ്യക്ത സൂചന ഈ മാസം പ്രാക്ടീസ് ചെയ്യേണ്ട എന്താണ്? നിശ്ചയമാകുന്ന അടിത്തറയെ സുശക്തമാക്കി നിർഭയരും നിശ്ചിന്തരുമായി ഭവിക്കും. അതിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട പോയിന്റ് എഴുതിക്കോളൂ. പ്രശ്നങ്ങളുടെ ജോലിയാണ് വരിക എന്നത്. പ്രശ്നങ്ങളുടെ ജോലി കലിയുകയല്ലേ, പിന്നെ നിരവധി ജന്മങ്ങളിലെ കർമ്മ കണക്കുണ്ട്. പ്രശ്നങ്ങളുടെ ജോലിയാണ് വരിക എന്നത്. നിശ്ചയബുദ്ധി ആത്മാവിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രശ്നത്തെ പരിഹാരമായി പരിവർത്തനപ്പെടുത്തുക എന്നത്. പ്രശ്നമല്ല, പിന്നെ പരിഹാരം. പ്രശ്നത്തെ പരിഹാരമായി പരിവർത്തനപ്പെടുത്തുക എന്നത്. എന്തുകൊണ്ടാണ്? ചോദ്യചിഹ്നം. എന്തുകൊണ്ടാണ്? ബാബാവിന് മറുപടി തരാണ്. ബ്രാഹ്മണാത്മാക്കളായ നിങ്ങൾ ബ്രാഹ്മണ ജന്മം എടുത്തപ്പോൾ തന്നെ മായയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ മായാജീത് ആകും എന്ന ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രശ്നങ്ങൾ മായയുടെ സ്വരൂപമാണ് അല്ലേ? നമ്മുടെ അകത്തുള്ള പ്രോബ്ലം മായയാണ്, ദൗർബല്യങ്ങളാണ് പുറത്ത് പ്രശ്നമായിട്ട് വരുന്നത്. പ്രശ്നങ്ങൾ മായയുടെ സ്വരൂപമാണ്. വെല്ലുവിളിച്ചത് കൊണ്ട് മായ തീർച്ചയായും നേരിടാൻ വരും. നിങ്ങൾ നിശ്ചയബുദ്ധി വിജയീ സ്വരൂപത്തിലൂടെ
നത്തിങ് ന്യൂ എന്ന് മനസ്സിലാക്കി. ഒന്നും പുതിയതല്ല, എത്ര തവണ ആവർത്തിച്ചതാണ്, ഓരോ കൽപ്പത്തിൽ ആവർത്തിച്ചതാണ്. നത്തിങ് ന്യൂ എന്ന് മനസ്സിലാക്കി ദുഃഖമില്ലാത്ത ചക്രവർത്തികളാകൂ എന്ന് മനസ്സിലാക്കി ദുഃഖമില്ലാത്ത ചക്രവർത്തികളാകൂ. ഓം ശാന്തി. ഇന്ന് വൈകുന്നേരം ബാബാ മിലനമാണ്, ഫുൾ ഡേ. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ വളരെ ശ്രേഷ്ഠമായതായിട്ടിരിക്കാനായിട്ട് അറ്റൻഷൻ വയ്ക്കണം. ഇപ്പോൾ ബാബ പറഞ്ഞ കാര്യങ്ങളും വൈകുന്നേരം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിട്ട്, ഇനി അധികം സമയമൊന്നുമില്ല, സംഗമികത ഇപ്പോൾ തീരും. എന്ത് ചെയ്യണോ ഇപ്പോൾ ചെയ്യണം. സത്യത്തിൽ പോയിട്ട് പുരുഷാർത്ഥം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ പഠിച്ചാൽ പോരാ, മറ്റുള്ളവരെ ആക്കണം. അത്രത്തോളം പഠിക്കണം. ഓരോ മുരളിയും ശുദ്ധസങ്കല്പങ്ങളുടെ ഖനിയാണ്. ഡെയിലി ഓരോ ഖനിയുടെ ഉടമയാകാണ്. ഇന്നാണെങ്കിൽ 2 ഖനിയുടെ ഉടമയാകാണ്. 2 ഖനിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഓരോ പോയിന്റിനെയും അനുഭവമാക്കണം. അപ്പോൾ അത് മായാതെ മുഴുവനും കൽപ്പം സംസ്കാരമായിട്ട് നമ്മുടെ കൂടെ വരും. അത്രത്തോളം സംഭരിക്കണം. ഓം ശാന്തി. ബാബ ഓർമ്മിക്കാം. वही है, वही है, वही है, वही, हाँ वही है, वही है, वही है, वही, जिसकी चाहत थी सदियों से हर कौम की। तू वही है, वही है, वही है, वही, तू वही है, वही है, वही है, वही, हाँ वही है, वही है, वही। तू ही रूहों का मालिक, पिता और गुरु, तू ही रूहों का मालिक, पिता और गुरु, होता तुमसे सफर है खत्म और शुरू, होता तुमसे सफर है खत्म और शुरू, परवरिश दे रही तेरी मौजूदगी। तू वही है, वही है, वही, तू वही है, वही है, वही है, वही, हाँ वही है, वही है, वही, हाँ वही है, वही है, वही। तेरा आगाज अंजाम इंसाफ है, तेरा आगाज अंजाम इंसाफ है, गलतियां करता सबकी तू ही माफ है, गलतियां करता सबकी तू ही माफ है, तेरी चुप तेरी रहमत तेरी सादगी, तू वही है, वही है, वही, तू वही है, वही है, वही है, वही, हाँ वही है, वही है, वही।
इनायत फरमान है तेरी आयत, इनायत फरमान है। पूरा होता सफर अब ये पैगाम है, पूरा होता सफर अब ये पैगाम है। कब्र दाखिल रूहों में है छाई खुशी, तू वही है, वही है, वही जिसकी चाहत थी सदियों से हर कौम की। तू वही है, वही है, वही है, वही। हाँ वही है, वही है, वही है।